ഹേ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്മാർട്ട് ഫോൺ യൂസറിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു 3-4 മാസങ്ങളായിട്ട് നിങ്ങൾ എപ്പോഴും ന്യൂസുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് സ്മാർട്ട് ഫോൺ ബ്ലാസ്റ്റ് ആകുന്നു, പൊട്ടിത്തെറിക്കുന്നു എന്നുള്ള കാര്യം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ, എന്തുകൊണ്ടാണ് ഈ പൊട്ടിത്തെറിക്കാനുള്ള കാരണങ്ങൾ, നിങ്ങളോ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ സ്മാർട്ട് ഫോണിനെ ഈ പൊട്ടിത്തെറിയുന്ന അല്ലെങ്കിൽ ബ്ലാസ്റ്റിങ്ങിൽ നിന്ന് സേവ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒട്ടും സമയങ്ങളെ തന്നെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇപ്പോൾ റീസെൻ്റായിട്ട് നിങ്ങളൊരു 2-3 മാസത്തിൻ്റെ ഇടയിൽ കണ്ടിരിക്കുന്ന ന്യൂസുകൾ എന്നുണ്ടെങ്കിൽ, ഫസ്റ്റത്തെ ന്യൂസാണ് പോക്കോ X3 സ്മാർട്ട് ഫോൺ ബ്ലാസ്റ്റ് ആയത്. അത് എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബ്ലാസ്റ്റിംഗ് പ്രോസസ്സ് നടന്നത്. അടുത്തൊരു ബ്ലാസ്റ്റ് നടന്നാണ് ഇത്തിരി കൂടിയും ഭയങ്കരമായിട്ട് ഇഷ്യൂ ആയിട്ട് മാറിയത്. ഒരാൾ യൂസ് ചെയ്യുന്ന സമയത്തൊന്നുമല്ല, പോക്കറ്റിലിരിക്കുന്ന സമയത്താണ് ബ്ലാസ്റ്റിംഗ് പ്രോസസ്സ് നടന്നത്. അത് ഏത് സ്മാർട്ട് ഫോൺ എന്നുണ്ടെങ്കിൽ ഓപ്പോൻ്റെ A53 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. അതുമാതിരി തന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് നോഡിൻ്റെ എന്നുണ്ടെങ്കിൽ OnePlusൻ്റെ നോഡ് സ്മാർട്ട് ഫോൺ ഇപ്പോൾ 2 പ്രാവശ്യം ബ്ലാസ്റ്റ് ആയി എന്നുള്ള ന്യൂസുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ അങ്ങനെ കുറേ സ്മാർട്ട് ഫോണുകൾ, ഈ സാംസങ്ങിൻ്റെ ആയിക്കോട്ടെ, അതുമാതിരി തന്നെ ഐഫോണിൻ്റെ തരം സ്മാർട്ട് ഫോണുകൾ ബ്ലാസ്റ്റ് ആയിരുന്ന ന്യൂസുകൾ നിങ്ങൾ ട്വിറ്ററിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുണ്ടെങ്കിൽ ഇതിലെല്ലാ ന്യൂസും കറക്റ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഫേക്ക് ന്യൂസുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കുറേ ജെനുവിൻ ന്യൂസുകളും വന്നിട്ട് ആകെ ഇഷ്യൂകളൊക്കെ ആയിട്ടുള്ള കാര്യം നിങ്ങൾ ന്യൂസ് പേപ്പറിൽ അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിനുള്ള റീസൺ എന്താണ്? നമ്മുടെ സ്മാർട്ട് ഫോണിൽ ബ്ലാസ്റ്റ് ആവുന്ന ഒരേ ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ, അത് ബാറ്ററിയാണ്. അല്ലാതെ നമ്മുടെ മദർ ബോർഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രൊസസ്സർ ആയിക്കോട്ടെ, ക്യാമറ ആയിക്കോട്ടെ, ഡിസ്പ്ലേ ആയിക്കോട്ടെ, ഇതൊന്നും നമ്മുടെ ബ്ലാസ്റ്റ് ആവുന്ന ഒരു ഐറ്റം അല്ല. ആകെ കൂടി ബ്ലാസ്റ്റിംഗ് നടക്കുന്നത് ബാറ്ററിയുടെ ഇഷ്യൂ കൊണ്ടോ അല്ലെങ്കിൽ ബാറ്ററിയുടെ കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ബ്ലാസ്റ്റിംഗ് നടക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓവർ ഹീറ്റിംഗ് ആണ്. ഈ ഓവർ ഹീറ്റിംഗ് ഉണ്ടാകാനുള്ള ഒരു മേജറായിട്ടുള്ള കാര്യം എന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാം. അപ്പോഴാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ ഓവർ ഹീറ്റിംഗ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് ഫോണ് എപ്പോഴും നിങ്ങൾ പറയില്ലേ, ഈ ഗെയിമിങ് കളിക്കുന്ന തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്മാർട്ട് ഫോണിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ അതിന് മോഡുകൾ സെറ്റ് ചെയ്തിട്ടായിരിക്കും. ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ ആണെങ്കിൽ വേറെ, സാധാരണ ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ ആണെങ്കിൽ അതിനുള്ള ഒരു ടൈം ഉണ്ടായിരിക്കും. ആ ടൈം പീരീഡിനേക്കാളും കൂടുതൽ ഗെയിം ആക്ടിവിറ്റി കളിക്കുമ്പോൾ ഓവർ ഹീറ്റ്. ഇപ്പോൾ കുറേ പേര് പറയും ഞങ്ങൾ കുറേ നേരം ഗെയിം കളിക്കുന്നതാണല്ലോ, ഞങ്ങളുടെ സ്മാർട്ട് ഫോൺ പൊട്ടിത്തെറിച്ചിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഓവർ ഹീറ്റിംഗ് വന്നാലാണ് നമുക്ക് ഒരു ബ്ലാസ്റ്റിംഗ് അല്ലെങ്കിൽ ബാറ്ററിക്ക് ഒരു ഡാമേജ് വരുന്നത്. ഡാമേജിലൂടെയാണ് നമ്മുടെ ഇങ്ങനത്തെ ബ്ലാസ്റ്റിംഗ് പ്രോസസ്സൊക്കെ നടക്കുന്നത്. പിന്നെ നിങ്ങൾ പവർ ബാങ്ക് യൂസ് ചെയ്യാണ്. പവർ ബാങ്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പവർ ബാങ്ക് കുത്തിയിട്ടിട്ട് നിങ്ങൾ ബാഗിൻ്റെ ഉള്ളിൽ അടച്ചു വയ്ക്കുകയോ, അല്ലെങ്കിൽ പവർ ബാങ്ക് നിങ്ങൾ കണക്ട് ചെയ്തിട്ട് നമ്മുടെ പോക്കറ്റിൽ വെച്ച് ചാർജ് ചെയ്യുമോ, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ചാർജ് ചെയ്യുമ്പോൾ ജനറേറ്റ് ആകുന്ന ഹീറ്റ് ഉണ്ടല്ലോ, ആ ഹീറ്റിന് പുറത്തേക്ക് പോകാനുള്ള ഒരു സ്പേസ് കൊടുക്കണം. അതാണ് നമ്മൾ പറയുന്നത് ബാക്ക് കേസൊക്കെ റിമൂവ് ചെയ്തിട്ട് ചാർജ് ചെയ്യാൻ. പിന്നെ നിങ്ങൾ ബെഡിൽ ഒരിക്കലും ചാർജ് ഫോൺ ഇട്ടിട്ട് നിങ്ങൾ പോകരുത്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലാപ്ടോപ്പ് എടുത്തിട്ട് നിങ്ങൾ ബെഡിൽ ഇരുന്ന് യൂസ് ചെയ്യാമെന്ന് ചോദിക്കാം. അത് നിങ്ങൾ ലാപ്ടോപ്പ് കുറച്ച് നേരം യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്കിൽ ഒരു വട്ടം ഒന്ന് നോക്കി നോക്കുക, ബാറ്ററിയുടെ സൈഡിൽ നല്ല ഹീറ്റ് ജനറേറ്റ് ആയിട്ടുണ്ടായിരിക്കും. അതിനൊരു കാരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അത് ഈ സെയിം പറഞ്ഞിട്ടുള്ള ആ പോക്കറ്റിൽ പറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ ഉള്ളൂ, ഹീറ്റ് പുറത്തേക്ക് പോകാനുള്ള സ്പേസ് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ചോദിച്ചാൽ ഞങ്ങൾ ഇതിപ്പോൾ ചെയ്യാറുള്ളതാണ്. ഇത് ഒരു ദിവസം ചെയ്താൽ കംപ്ലൈൻ്റ് ആകും എന്നല്ല പറയുന്നത്. ഇത് റെഗുലറായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ബാഡ് ലക്കും കൂടി മിക്സ് ആകുമ്പോഴാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടായി മാറുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷം ബാറ്ററി ഒക്കെ വീർത്ത് വരുന്നത്. അപ്പോൾ അടുത്തായിട്ടുള്ള മേജറായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി ഡാമേജ് കൊണ്ടും ഈ ഒരു ഇഷ്യൂ വരാം. ഓവർ ഹീറ്റിംഗ് വന്നിട്ട് ബാറ്ററി ഡാമേജ് വരുന്നതിന് മുന്നായിട്ട് ചില സമയങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ബാറ്ററി വീർത്തിരിക്കുക. നമ്മുടെ സ്മാർട്ട് ഫോൺ വർക്ക് ആവുന്നുണ്ടായിരിക്കും, കുറച്ച് ആളിൽ നിന്ന് നമ്മുടെ ബാറ്ററി ഒരു ബൾജിങ് വന്ന് കണ്ടിട്ടുണ്ടായിരിക്കും. ആ കേസ് ഒരിക്കലും നമ്മൾ മറ്റേ സ്മാർട്ട് ഫോൺ, പണ്ടത്തെ സ്മാർട്ട് ഫോണുകൾ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്തിട്ട് ബാറ്ററി ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണുകളിലൊന്നും നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ നിങ്ങളുടെ ബാറ്ററി വർക്കിംഗ് ആണോ അല്ലെങ്കിൽ ഫോൺ വർക്കിംഗ് ആണെങ്കിൽ തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സർവീസ് സെൻറ്ററിലേക്ക് പോകും. അങ്ങനെ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ വലിയ രീതിയിലുള്ള ബ്ലാസ്റ്റിംഗ് വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഒരു അടുത്തൊരു കാര്യം, നമ്മുടെ സ്മാർട്ട് ഫോണ് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നത് ഒരിക്കലും ഫുൾ ചാർജ് ചെയ്യാനോ ഫുൾ ഡ്രെയിൻ ചെയ്യാനോ പാടില്ല.
നമ്മുടെ സ്മാർട്ട് ഫോണിൽ വരുന്ന ബാറ്ററീസ് എന്ന് പറഞ്ഞാൽ ലിഥിയം അയൺ പോളിമർ ബാറ്ററീസ് ആണ്. ഈ ബാറ്ററീസിൻ്റെ ഒരു കണ്ടീഷൻസ് ഹൈ ടെൻസ്ഡ് ബാറ്ററീസ് ആണ്, അല്ലെങ്കിൽ ഹൈ സ്ട്രെസ് ഉള്ള ബാറ്ററീസ് ആണ്. ഇപ്പം നിങ്ങളൊരു സ്മാർട്ട് ഫോൺ പുതിയതായിട്ട് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും 100% ചാർജോട് കൂടിയിട്ട് ലഭിക്കാറില്ല. അതുപോലെ തന്നെ 0% ചാർജോട് കൂടിയിട്ട് ലഭിക്കാറില്ല. നമുക്കെപ്പോഴും 60 അല്ലെങ്കിൽ ഒരു 65 രീതിയിലാണ് എപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുക അതിൻ്റെ ഉള്ള ബാറ്ററി. അപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, ഇപ്പോൾ ഉപയോഗിക്കാത്തൊരു സ്മാർട്ട് ഫോണാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഒരിക്കലും 100% ചാർജ് ആക്കിയിട്ടോ 0% ചാർജ് ആക്കിയിട്ടോ നിങ്ങൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാനായിട്ട് പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോഴും പറയുന്നത്, അതുകൊണ്ടാണ് പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങുന്ന സമയം ഞാൻ പറയില്ല 56 അല്ലെങ്കിൽ ഒരു 60-70 അടുത്തൊക്കെ ചാർജ് വെക്കുന്നത്. അപ്പോൾ ബാറ്ററിയുടെ ഒരു സിസ്റ്റം, ലിഥിയം അയൺ ബാറ്ററിയുടെ ഒരു സിസ്റ്റം അനുസരിച്ചിട്ട് ഫുൾ ഡ്രെയിൻ കണ്ടീഷനിലും ഹൈ ടെൻസഡ് ആയിട്ടുള്ള 100% വെക്കാൻ പാടില്ല, ഒരു മോഡറേറ്റ് സ്റ്റേറ്റിലാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ബാറ്ററി എത്രത്തോളം ചാർജ് ചെയ്യണമെന്ന്. നമ്മൾ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് എപ്പോഴും പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ശരിക്കും കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ 85-നും 25-നും ഇടയിൽ നിൽക്കണമെന്നാണ് പറയുന്നത്. അത് നമുക്ക് ഒരിക്കലും ഇടയ്ക്ക് പോസിബിൾ അല്ലാത്തൊരു കണ്ടീഷനൊക്കെ വരാം. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും 100% ആക്കാതിരിക്കാൻ ശ്രമിക്കുക, അതുമാതിരി തന്നെ 0% ആക്കാതിരിക്കുക. അടുത്ത കേസ് എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചാർജിങ് കേബിളും ചാർജിങ് അഡാപ്റ്ററാണ്. നമ്മൾ പലപ്പോഴും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സ്മാർട്ട് ഫോണിന് കമ്പനി തരുന്ന ഏതാണോ ചാർജർ അല്ലെങ്കിൽ അതിൻ്റെ ഏതാണോ കേബിൾ അത് തന്നെ നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക. നമ്മൾ വില കുറവിൽ പല സ്ഥലങ്ങളിൽ കാണുമ്പോൾ ബോർഡ് കാണും. ഇപ്പോൾ ഞാൻ റോഡിൽ കൂടെ വരുന്ന സമയങ്ങളിൽ ചില സമയങ്ങളിലൊക്കെ ഈ ഗ്ലാസ് എന്താ പറയുക, നമ്മുടെ ഇത് പറയില്ലേ സ്ക്രീൻ ഗാർഡൊക്കെ ഭയങ്കര വില കുറവിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ആ വില കുറവ് കണ്ടിട്ട് പെട്ടെന്ന് കയറി ഒട്ടിക്കാറുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ സ്മാർട്ട് ഫോൺ പലവട്ടം വീണിട്ടും പൊട്ടാത്തതിനുള്ള ഒരു മെയിൻ ഒരു പങ്ക്, അല്ലെങ്കിൽ ഞാൻ പറയുന്നില്ല അതുകൊണ്ട് മാത്രമാണ് പൊട്ടാത്തതെന്ന്, എന്നാലൊരു 20% പങ്ക് നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രീൻ ഗാർഡ് കൊണ്ടും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസുകളെ പോലെ തന്നെയാണ് നമ്മുടെ ചാർജറും. ചാർജർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാറ്ററിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. കറക്റ്റ് വോൾട്ടിൽ നമ്മുടെ സ്മാർട്ട് ഫോണിന് എത്രയാണ് അനുവദിച്ചിട്ടുള്ളത് ആ വോൾട്ടിൽ തന്നെ നമ്മുടെ മൊബൈലിലേക്ക് ചാർജ് കയറി കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി അത്രത്തോളം സേഫ് ആയിരിക്കും, ഹെൽത്ത് ആയിരിക്കും, ഇങ്ങനത്തെ ബ്ലാസ്റ്റിംഗ് ഇഷ്യൂസുകൾ ഉണ്ടാവാതിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 4 ടിപ്പുകൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ബ്ലാസ്റ്റിങ്ങിൽ നിന്ന് ഒഴിവാക്കാം. അതുണ്ടെങ്കിൽ 100% പറയാൻ പറ്റില്ല, ചിലപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോണിൽ കസ്റ്റമൈസേഷനും അല്ലെങ്കിൽ CPU-ൻ്റെ ഓവർ യൂസും കൊണ്ട് നമ്മുടെ ബാറ്ററിക്ക് ഇഫക്റ്റ് പറ്റിയിട്ട് ബ്ലാസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ മാനുഫാക്ചറിങ് ഡിഫക്റ്റിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നമ്മുടെ കയ്യിൽ നിന്ന് വരുന്നിട്ടുള്ള എറർ കൊണ്ട് ഉണ്ടാകാൻ പറ്റുന്ന ഇഷ്യൂസാണ് പറഞ്ഞത്. അപ്പോൾ ഈ പറയുന്നില്ലേ, ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് നിങ്ങൾ പലപ്പോഴും ഇപ്പോഴും യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് അവോയ്ഡ് ചെയ്ത് നോക്കുക. ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് പറയില്ലേ ഇപ്പോൾ പൊട്ടിത്തെറിക്കാത്തോ അല്ലെങ്കിൽ അത് റയർ കേസാണ്, ഒരു 10,000 അല്ലെങ്കിൽ 1,00,000-ൽ ഒരാളോ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോണാണ് നടക്കുന്നത്. അപ്പോൾ അത് നിങ്ങളായിക്കൂടാന്നുമില്ല, അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് കെയർ എടുക്കുന്നത് നിങ്ങളുടെ ഒരു പ്രിക്കോഷനാണ്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ കുറേ പേര് ചോദിച്ചതിൻ്റെ ബേസിലാണ് വീഡിയോ ഉണ്ടാക്കിയത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.